പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം അദ്റസുത്താസിഉ അശറ 19ാമത്തെ പാഠമാണ്. ഹുറൂഫുൻ തുക്തബു വലാ തുൽഫദു. ഹുറൂഫുൻ അക്ഷരങ്ങൾ, തുക്തബു അത് എഴുതപ്പെടും, വലാ തുൽഫദു അത് മൊഴിയൂല. അപ്പം നിങ്ങൾ പാഠത്തിൽ ഇങ്ങനെ പദങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ ചില അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ആ ചില അക്ഷരങ്ങളെ നമ്മൾ വായിക്കൂല. അപ്പോൾ എഴുതിയിട്ടുണ്ടാവും, എഴുത്തിൽ കാണും, പക്ഷെ വായിക്കുമ്പോൾ കാണൂല. എഴുത്തിൽ കാണും, വായിക്കുമ്പോൾ സൈലൻ്റായി പോകും. എഴുതുമ്പോൾ അവിടെ ഉണ്ടാവും, എഴുത്തിൽ കാണും, പക്ഷേ വായിക്കുമ്പോൾ സൈലൻ്റായി പോകും. അങ്ങനത്തെ അക്ഷരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒന്നാമത്തെ പദം യാ ഉലിൽ അൽബാബ്. യാ ഉലിൽ അൽബാബ്. യാ ഉലിൽ അൽബാബ്. അവിടെ ഊ കഴിഞ്ഞിട്ടുള്ള വാവിനെ നമ്മൾ പറഞ്ഞില്ല. ഉലീൽ അൽബാബ് എന്ന് ലാമിൻ്റെ കസറിൻ്റെ ശേഷമുള്ള യാഇനെ നമ്മൾ പറഞ്ഞില്ല, പറയാൻ പറ്റില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. യാ ഉലിൽ അൽബാബ്. അടുത്തതിൻ്റെ താഴെ ലാ തഅ്കുലുർ റിബ. ലാ തഅ്കുലുർ റിബ. അവിടെ റിബൻ്റെ ശേഷം വരുന്ന വാവിനെ എന്ന് നമ്മൾ പറയുന്നില്ല. മിഅത്തു ഹബ്ബ. ഹബ്ബൻ്റെ ശേഷമുള്ള ബാഇൻ്റെ ശേഷമുള്ള താഇനെ നമ്മൾ പറയുന്നില്ല. മിഅത്തു ഹബ്ബ. അതുപോലെ മീൻ്റെ അലിഫിനെ മേലോട്ട് നീട്ടിയിട്ടാണ് എഴുതുക, അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മിഅത്തു ഹബ്ബ. അടുത്തത് മറദു. മറദു. അടുത്തത് വഖ്തരിബ്. വഖ്തരിബ്. അവിടെ അലിഫ് സൈലൻ്റ് ആയിപ്പോയി. വഖ്തരിബ്. വഖ്തരിബ്. അടുത്തത് ദിൽ ഔതാദ്. ദിൽ ഔതാദ്. അവിടെ യാഇനെ കാണാനില്ല, യാ സൈലൻ്റ് ആയിപ്പോയി. ദിൽ ഔതാദ്. ദിൽ ഔതാദ്. അടുത്തത് ദുൻതിഖാം. ദുൻതിഖാം. വാവിനെ കാണുന്നില്ല, അലിഫിനെ കാണുന്നില്ല, അവയെല്ലാം സൈലൻ്റായി എഴുത്തിൽ മാത്രമേ ഉള്ളൂ. ദുൻതിഖാം. ദുൻതിഖാം. അടുത്തത് വലാ തകൂനു. വലാ തകൂനു. അവിടെ നൂൻ്റെ ശേഷമുള്ള അക്ഷരങ്ങളൊക്കെ സൈലൻ്റ് ആയിപ്പോയി. വലാ തകൂനു. വലാ തകൂനു. അടുത്തത് ഫൻസബ്. ഫൻസബ്. അവിടെ ഫാൻസബ് എന്ന് പറയില്ല, ഫൻസബ്. അവിടെ ഫാഇൻ്റെ ശേഷമുള്ള അലിഫ്, ഫാവുമ്മ തന്നെയുള്ള അലിഫ് സൈലൻ്റായി. ഫൻസബ്. അടുത്തത് ഇദക്താലു. 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 അവിടെ ദാലിൻ്റെ ശേഷമുള്ള രണ്ട് അലിഫുകളുണ്ട്. ദാലിൻ്റെ ശേഷമുള്ള ഒരു അലിഫും കാഫിൻ്റെ തൊട്ട് മുമ്പുള്ള അലിഫും രണ്ടും സൈലൻ്റായിപ്പോയി. ഇദക്താലു. ഇദക്താലു. ഇതാണ് ഈ പാഠം കേട്ടോ.